ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങളെ ഒരുപാട് അതിശയിപ്പിക്കും. ഈ വ്യക്തി നിങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ഈ റീഡിങ്ങിലുണ്ട്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എടുക്കാം. ഈ പേഴ്സൺ ഏതൊരു ചിന്താഗതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നോക്കി കാണുന്നത് ഏതൊരു കാര്യത്തിലാണ്? ഈ പേഴ്സന്റെ ഒരു ലുക്ക് ഔട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള കാർഡ് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഒരു കാർഡ് കണ്ടാൽ മനസ്സിലാകും, ഒരു ഷിപ്പാണ്, ഒരു വലിയൊരു കപ്പൽ ആണ്. അതിൽ തീ പിടിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലവും തീ പിടിച്ചിരിക്കുകയാണ്, തീ പടർന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോലും ഇവിടെ ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തിനെ നമുക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് നമ്മൾക്ക് സങ്കല്പിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാം, ഇല്ലെങ്കിൽ വേറെ കപ്പൽ വരുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഓക്കെ ഓൾറെഡി തീ പിടിച്ചു, എല്ലാം നശിഞ്ഞു, ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ ഇനി എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവിടെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതും അത്രയും മുകളിൽ കയറി നിന്നുകൊണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ കോൺഫിഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു തീ പിടിച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് അതിനെ ഒരു പോംവഴി, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും ഓക്കെ, അതൊക്കെ പ്രശ്നങ്ങളാണ്, അതൊക്കെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പുറകിലേക്ക് പോകാതെ യെസ് എന്നെ കൊണ്ട് പറ്റും, അതിനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സാധ്യതയിലേക്ക് നോക്കുന്ന, എത്രത്തോളം കുഴിയിലേക്ക് വീണു പോയാലും, എത്രത്തോളം പ്രശ്നത്തിലേക്ക് വീണു പോയാലും സാധ്യതകളിലേക്ക് നോക്കുന്ന വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ പല കാര്യങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തി മറ്റു പല കാര്യങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾ ഈ വ്യക്തിനെയും തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ശക്തിയേറിയ ഒരു ഇടിമിന്നലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു മരത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മരമാണെങ്കിൽ ഈ ഇടിമിന്നലിനോട് ചെറുത്ത് നിൽക്കുകയാണ്. ഓക്കെ, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ തൻ്റെ ഇടത്തോടു കൂടി ചെറുത്ത് നിൽക്കുകയാണ്, എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു യുദ്ധമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു വശം ശത്രുക്കൾ നിൽക്കുന്നുണ്ട്, മറുവശം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉറപ്പായിട്ടും ഒരു ഏറ്റുമുട്ടല് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ അസൂയപ്പെടുന്നവരും കുശുമ്പ് കാണിക്കുന്നവരും തടസ്സം നിൽക്കുന്നവരും ഏറെയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഒരു രണ്ട് കാർഡ്സോട് കൂടി നമുക്ക് വ്യക്തമാണ്. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ സോൾ അപ്രീസിയേഷൻ ആണ്, സോൾഫുൾ അപ്രീസിയേഷൻ ആണ്. കാരണം ഈ പേഴ്സൺ അത്യാവശ്യം സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വെൽ ഓഫ് ആയിട്ടുള്ള
ഒരാളാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളും ഇനിയിപ്പോ നിങ്ങളെ കൂടെ ഒരുമിച്ച് നിങ്ങളെ കൂടെ പോറ്റാൻ പറ്റുന്ന, നിങ്ങളെ കൂടെ നന്നായിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണ് ആത്മാവ് കൊണ്ട് ഒരാളോട് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടാണ്. ചിലപ്പോൾ ഈ പേഴ്സന്റെ അത്രയും സാമ്പത്തികം ഒരുപക്ഷെ നിങ്ങൾക്കില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ടാകാം, വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരുപാട് പണം, സ്വർണ്ണ നാണയങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ത്രാസിൽ തൂക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു തുമ്പിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് അതിന്റെ വെയിറ്റ് മുഴുവനും വരുന്നത്. ഈ വശത്തെ ത്രാസ് പൊങ്ങിപ്പോവാണ്, ഇവിടെ താഴ്ന്നും വരികയാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ബട്ടർഫ്ലൈനെ സൂചിപ്പിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ സ്നേഹത്തിനെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. കാരണം ഈ പേഴ്സൺ വേറെയും ഒരുപാട് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കണ്ടിട്ടുണ്ടാകാം, അവരുടെ സമ്പത്ത് കണ്ടിട്ടുണ്ടാകാം, അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിലാണ് ഈ പേഴ്സൺ മുഴുവനുമായിട്ട് കീഴ്പ്പെട്ടു പോയിട്ടുള്ളത്. അവിടെ ഈ പേഴ്സൺ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ ഇല്ലേ അതിലൊന്നും ഈ പേഴ്സൺ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ദ ഫോഴ്സ് ഓഫ് ലവ് ആൻഡ് ക്രിയേഷൻ ആണ്. കാരണം ഇവിടെ ഒരു ഫോഴ്സ് ആണ്, ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ അതിനിപ്പോ എന്താ പറയാ, ഒരു ശക്തിയാണ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് വരുത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശക്തിയാണ്. ബിക്കോസ് അത്രയും സ്നേഹമാണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളുടെ സ്നേഹത്തിന് അത്രയും വാല്യൂ ഉണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദ ഫോഴ്സ് ഓഫ് ലവ് ആൻഡ് ക്രിയേഷൻ ആണ്. പ്രണയവും അതിൻ്റെതായിട്ടുള്ള ആ ഒരു വരവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിയേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുന്നത് ഡിവൈൻ മാസ്കുലൈൻ ആണ്. ഇവിടെ പുരുഷന്മാരുടെ എനർജിയാണ് അധികമായിട്ട് മിസ്സിങ് ഫീലിൽ കിടക്കുന്നത്. നിങ്ങളെ കുറിച്ച് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട്. ഇവിടെ ഇപ്പോ മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ സമ്പാദിക്കുന്നുണ്ടാകാം, ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഡിവൈൻ മാസ്കുലൈൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ടോക്സിസിറ്റി ഉണ്ട്. അതായത് ഇവിടെ അനാവശ്യമായിട്ടുള്ള എനർജിയിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ അബദ്ധത്തിൽ വന്നു പോയിട്ടുള്ള ഏതെങ്കിലും ബന്ധമായിരിക്കാം. അബദ്ധത്തിലൊക്കെ വന്നു പോകുന്ന ബന്ധങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കാം. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ ഈ പേഴ്സന്റെ എനർജിയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി ഈ പേഴ്സൺ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ പേഴ്സൺ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത്രയും ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം പാരന്റ്സ് തന്നെ ആയിരിക്കാം. മനസ്സിലായോ? അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, ദ ലെസൺസ് ഐ ലേൺ ഫ്രം ആസ് വിൽ നെവർ ബി ഫോർഗെറ്റൻ. നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നത് സാധാരണ രീതിയിലുള്ള ഒരു പ്രണയബന്ധമല്ല, അതിനേക്കാളൊക്കെ ഉപരി എത്രയോ പാഠങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഈ പേഴ്സൺ പഠിച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങളുടെ ആത്മാർത്ഥത എന്താണ്, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വിലപിടിച്ചതാണ്, നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, ഇതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് വെറും ഒരു പ്രണയിക്കാനുള്ള ഒരു വസ്തു മാത്രമായിട്ടല്ല, പകരം നിങ്ങളിൽ നിന്നും പഠിച്ചെടുത്തിട്ടുള്ള നിങ്ങളുടെ സോള്, നിങ്ങളുടെ ആത്മാവിൽ നിന്നും ഈ പേഴ്സൺ പഠിച്ചെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതാണ് നമുക്കിവിടെ സ്പെഷ്യലായിട്ട് ഈ പേഴ്സൺ നോക്കി കാണുന്നത്. അതൊരിക്കലും ഈ പേഴ്സണ് മറന്നു കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓവർ വർക്ക്ഡ് ആണ്, ഓവർ വർക്ക്ഡ്, ഔട്ട് ഓഫ് ബാലൻസ്. പക്ഷെ അത് നമുക്ക് തിരിച്ചാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് പണിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വീട്ടിലുള്ളവരെ തീറ്റിപ്പോറ്റാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനും മറ്റുള്ളവരെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മാറ്റി വെച്ചിട്ട് അനാവശ്യമായിട്ട് ജോലി ചെയ്യുന്നത് നിർത്തിയിട്ട് സ്വന്തം കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു ലക്ഷണമാണ്. കാരണം മറ്റുള്ളവർ തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നും തനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുമുള്ള ഒരു തിരിച്ചറിവും കൂടെ ആണ് ഇതിലൂടെ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്തൊക്കെയോ പുതിയ കോഴ്സിന് ചേർന്നിട്ടുണ്ട്, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അത്ര സംതൃപ്തി അല്ലെങ്കിൽ വേറെ ജോലി നോക്കുക, വേറെ കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ അബ്രോഡ് പോകാൻ നോക്കുക, ഇപ്പൊ നാട്ടിലാണെങ്കിൽ വിദേശത്ത് പോകാൻ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഐ മീൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൊമോഷൻസ് ആണെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ കരിയർ വൈസ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് തന്നെയാണ് ഈ പേഴ്സൺ അതിന് നിൽക്കുന്നത്. ഓക്കെ, 10 ഇയർ 10 വർഷത്തെ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ 10 വർഷത്തെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം. സംതിങ് 10 ഇയർ കിട്ടിയിട്ടുണ്ട്. UK കിട്ടിയിട്ടുണ്ട്. ഫ്രൈഡേ 222, ഏഞ്ചൽ നമ്പർ ജപ്പാൻ, കോട്ടയം, നോ ജോബ് 888, ലെറ്റർ P, ബാങ്കിങ് ഫീൽഡ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.